हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒക്ടോബർ 18, 2025 ശനിയാഴ്ച ദിവസമാണ് ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണി, GMT അനുസരിച്ച് വൈകുന്നേരം 4 മണിയാണ്. ഇത് രാഹി-ഉദ പ്രോഗ്രാമിൻ്റെ സമയമാണ്. കാദ്യാനിൽ നിന്നും ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമുമായി രാഹിദയുടെ 4 എപ്പിസോഡിൻ്റെ സീരീസുമായി ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം ഹാജരാണ്. ഈ സീരീസിൻ്റെ 4ാമത്തതും അവസാനത്തതുമായ എപ്പിസോഡാണ് ഇന്ന്. ഈ സീരീസിൽ വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംവദിച്ചു വന്നത്. ഫസായിൽ ഖുർആൻ എന്ന ഹദ്രത്ത് മിർസ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് സാബ് ഖലിമുസ് മസീഹ് സാനി അൽ മുസ്ലിൽ മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഫസായിൽ ഖുർആൻ എന്ന ഗ്രന്ഥം. ഈ സീരീസിൽ ഇതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തു വന്നത്. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാം, പ്രോഗ്രാം രാഹി-ഉദ ലൈവും അതുപോലെ തന്നെ ഇൻ്ററാക്റ്റീവുമാണ്. അതായത് ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ മുഖേന ഈ പ്രോഗ്രാമിലേക്ക് ഭാഗമാക്കാൻ സാധിക്കും. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ ഇവിടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പാനലിസ്റ്റിന് സമർപ്പിക്കുന്നതും നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ ഈ പ്രോഗ്രാം മുഖേന പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതുമാണ്. ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ടെലിവിഷൻ സ്ക്രീനിലുള്ള നിങ്ങൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉപയോഗിക്കാവുന്നതാണ്. ടെലിഫോൺ ലൈൻ വഴി, അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് വഴി, അതുപോലെ ഫാക്സ് മെസ്സേജ്, ഇമെയിൽ എന്നീ സംവിധാനങ്ങളിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ പാനലിൽ ഉള്ള പണ്ഡിതന്മാരിൽ ആദ്യം അവരെ ഞാൻ പരിചയപ്പെടുത്താം. മൗലാന മുനീർ അഹമ്മദ് ഖാദിം സാബ്, അതുപോലെ മൗലാന ഷെയ്ഖ് മുജാഹിദ് അഹമ്മദ് ശാസ്ത്രി സാബ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരായിരിക്കും നമ്മളോട് സംവദിക്കുന്നതായിരിക്കും. രണ്ടുപേർക്കും സുസ്വാഗതം. മാന്യ പ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ മാനവരാശിക്കും മാർഗനിർദ്ദേശത്തിൻ്റെ ഉറവിടമാണ്. ഇത് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും അവനെ സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദിവ്യഗ്രന്ഥമാണ്. ശാസ്ത്രം, തത്വചിന്ത, യുക്തി എന്നിവയുടെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുന്ന സജീവമായ ഒരു അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്നും ഖുർആൻ്റെ ശ്രേഷ്ഠതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ആളുകൾ പ്രയോജനം നേടാനും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. ഈ ചെറിയ ആമുഖത്തിന് ശേഷം ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യം മൗലാന മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മതത്തിന് ഖുർആനിൽ നിന്ന് 5 ആവശ്യകതകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ആ 5 ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് സംക്ഷിപ്തമായി വിശദീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ നിങ്ങൾ ഉന്നയിച്ച ചോദ്യം, നിങ്ങൾ ഇവിടെ പരാമർശിച്ചതുപോലെ സയ്യിദന ഹദ്രത്ത് അഖ്ദസ് അൽ മുസ്ലിൽ മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഫസായിൽ ഖുർആൻ എന്ന ഗ്രന്ഥം ഹുസൂറിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. അതിലൊരു പ്രഭാഷണത്തിൽ, ഒരു ഖുതുബയിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഹുസൂറിൻ്റെ ആ പ്രഭാഷണം 19 ഡിസംബർ 1939 അതിൽ ഹുസൂർ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, അതിൻ്റെ മറുപടി നൽകുന്നുണ്ട്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, മതത്തിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് ഹദ്രത്ത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്നും തുടങ്ങിയതാണ്. അതിനുശേഷം
അതിൻ്റെ പുരോഗതികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു, അതിൽ പരിവർത്തനങ്ങളുണ്ടായി. ഹസ്രത്ത് മൂസ അലി ഇസ്ലാമിൻ്റെ ശരീഅത്ത് അങ്ങനെയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാനത്തെ ശരീഅത്ത് അള്ളാഹു പ്രദാനം ചെയ്യുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലോകത്ത് ഉണ്ടായ മതങ്ങളൊക്കെ തന്നെ അവയുടെ ആവശ്യകത എന്താണ്? ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായ ആവശ്യകത എന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുക എന്നതാണ് മതങ്ങളുടെ ഉദ്ദേശം. അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, സവിശേഷ ഗുണങ്ങൾ മനുഷ്യരാശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. ഇതാണ് ആദ്യത്തെ ആവശ്യകതയായിട്ട് മുസ്ലിം മൗദ് പ്രസ്താവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മതത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യകതയായിട്ട് അദ്ദേഹം പറഞ്ഞത് മനുഷ്യനെ ആത്മീയമായി അഭിവൃദ്ധി നൽകുക എന്നതാണ്. മൂന്നാമത്തെ ആവശ്യകതയായി അദ്ദേഹം പ്രസ്താവിച്ചത് ആത്മീയമായ അഭിവൃദ്ധിയുടെ പാരമ്യതയിലേക്ക് എത്താൻ വേണ്ടി, പുരോഗതിയുടെ പടവുകൾ താണ്ടാൻ വേണ്ടി ഉള്ള ആവശ്യകതയാണ്. നാലാമത്തെ ആവശ്യകത എന്ന് പറയുന്നത് മതത്തിന് അത്യന്താപേക്ഷിതമായൊരു കാര്യം മാ ബാദൽ മൗത്ത്, പരലോക ജീവിതം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. അതെന്താണ്, എന്തായിരിക്കും അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് മതത്തിൻ്റെ ആവശ്യകതകൾ. അഞ്ചാമത്തെ ആവശ്യകത എന്ന് പറയുന്നത് അത് മുസ്ലിം മൗദൂദാണ് വിവരിച്ചിട്ടുള്ളത്. മതത്തിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുക, മനുഷ്യന് അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുക. ഈ 5 ആവശ്യകതകളാണ് ഹദ്റത്ത് മുസ്ലിം മൗദൂദ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചത്, ആ പ്രഭാഷണത്തിൽ വിവരിച്ചത്. ഈ 5 ആവശ്യകതകളെക്കുറിച്ച് ഞാൻ സംക്ഷിപ്തമായി ഇവിടെ വിവരിക്കാം, സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട്. ആദ്യത്തെ ആവശ്യകത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വം അത് സ്ഥാപിക്കുക എന്നതാണ്, അവൻ്റെ സിഫത്തുകളെ സ്ഥാപിക്കുന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദൂദ് ഈ കാര്യം വിവരിക്കുകയുണ്ടായി. ഈ കാര്യങ്ങൾ മറ്റു മതങ്ങളിലുമുണ്ട്. മറ്റു മതങ്ങളും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ മതങ്ങൾ വെറും അത്ഭുതങ്ങളെക്കുറിച്ച്, മോചിതത്വങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നത്. അതിലാണ് അവർ എന്നാൽ അള്ളാഹുവിൽ എങ്ങനെയാണ് പരിചയപ്പെടാൻ, അള്ളാഹിനെ കാണാൻ കഴിയും, അള്ളാഹിനെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും, അതിനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് സിഫത്തുകളാണ്. ആ ദൈവിക സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് ആ മതങ്ങളൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. ചില ഗ്രന്ഥങ്ങളിൽ, ചില വേദപുസ്തകങ്ങളിലൊക്കെ തന്നെ അപൂർണമായ നിലയിൽ മാത്രമാണ് പരാമർശമുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു റബ്ബാണ്, പരിപാലകനാണ്. സൂറ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ഉണ്ട്, റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫലം നൽകുന്ന ആളിൻ്റെ ഉടമസ്ഥനാണ്. റബ്ബ് എന്നാൽ എന്താണ്, നാഥൻ എന്താണ്? മറ്റ് മതങ്ങളിൽ, മറ്റു മതത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അവരുടെ പരിമിതമായ അറിവനുസരിച്ചാണ് അവർ മനസ്സിലാക്കിയത്. റഹ്മാൻ എന്താണ്, റഹീം എന്താണ്? ഇത്ര വിശാലമായ നിലയിൽ ഖുർആൻ അവതരിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ്റെ വീക്ഷണം, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എത്രത്തോളം വിശാലമാണോ അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചില്ല. ചില മതങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില സിഫത്തുകളെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇല്ലാതായി എന്ന്, നിർത്തലാക്കപ്പെട്ടു എന്ന് അവർ പറയുന്നു. ആര്യ മതക്കാരെ നോക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ഖാലിഖുൽ കുൽ, പടച്ചവൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സ്രഷ്ടാവ് എന്നതിനെ അവർ നിരാകരിക്കുന്നു. അവർ പറയുന്നത് മാറ്ററും അതുപോലെ തന്നെ ആത്മാവും പരമാണു, ഇതിനെ അള്ളാഹു അല്ല സൃഷ്ടിച്ചത്, അള്ളാഹു ഇതിൻ്റെ സൃഷ്ടാവല്ല. ഈ ആത്മാവിനെയും പരമാണുവിനെയും യോജിപ്പിക്കുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്താണ് തക്കല്ലും, സംഭാഷണം ചെയ്യുന്നുള്ളത്. മിക്ക മതങ്ങളും ഇതിനെ നിരാകരിക്കുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് അള്ളാഹു സംസാരിക്കുന്നില്ല, ദൈവം സംസാരിക്കുന്നില്ല. മുമ്പ് സംസാരിക്കാറുണ്ടായിരുന്നു. വേദക്കാർ പറഞ്ഞത് വേദത്തിൽ തുടങ്ങി വേദത്തിൽ അവസാനിച്ചതാണ് ദൈവത്തിൻ്റെ സംഭാഷണം. അതുപോലെ തന്നെ ഇസ്രായേൽ ഗോത്രക്കാരെ നോക്കുക, അവർ അള്ളാഹുവിനെ ഭാഷണത്തെ അവർ നിരാകരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു
അള്ളാഹുവിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന സിഫത്ത്, സംസാരിക്കേണ്ട ആ ഗുണം, ആ ഗുണം ഇന്നും നിലനിൽക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നു. അവൻ അന്നും പ്രാർത്ഥനകൾ സ്വീകരിച്ചിരുന്നു, ഇന്നും പ്രാർത്ഥനകൾ കേൾക്കുന്നു, അവൻ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ തന്നെയും അള്ളാഹുവിൻ്റെ ഈ സിഫത്തിനെ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ സംഭാഷണം ഇപ്പോൾ ഇറങ്ങുന്നില്ല, ദിവ്യഭാഷണം ഇറങ്ങുന്നില്ല, ആ ഒരു ദാസനോടും ദൈവം സംഭാഷണം നടത്തുന്നില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മഹത്തായ ഔദാര്യമാണ് ഈ കാര്യം അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ കാലത്തും അള്ളാഹു സംസാരിക്കുന്നു. വോ ഖുദാ അബ്ബി ബനാത്ത ജിസെ ചായ കലീം വോ അബ്ബി ബോൽത്ത ജിസെ വോ കർത്തായ പ്യാർ എന്നും മസീഹ് ഇസ്ലാം പറഞ്ഞു. അള്ളാഹു തൻ്റെ ദാസനെ, അവന് ഇഷ്ടപ്പെടുന്ന ദാസനോട് ഇന്നും സംസാരിക്കുന്നുണ്ടെന്ന് മസീഹ് ഇസ്ലാം കവിതയിൽ പറയുകയുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകൾ, വലഹുൽ അസ്മാഉൽ ഹുസ്ന, വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഈ കാര്യം വിവരിച്ചിരിക്കുന്നു. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അവൻ്റെ അസ്തിത്വം ഉള്ളതിനെക്കുറിച്ചുള്ള തെളിവുകളും ന്യായപ്രമാണങ്ങളും ഒക്കെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മതത്തിൻ്റെ പ്രധാനമായ ആവശ്യകതയുമായി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യനെ ആത്മീയമായ നിലയിൽ അഭിവൃദ്ധി നൽകുക എന്നതാണ് അടുത്ത മതത്തിൻ്റെ ആവശ്യകത. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും യസ് അലൂനക അനി റൂഹി, അവർ നിന്നോട് റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. റസൂലുള്ളാഹി പറയാണ്, അപ്പോൾ നീ പറയുക കുലിർ റൂഹ് മിൻ അംറി റബ്ബി, അള്ളാഹുവിൻ്റെ കൽപ്പനയാലാണ് ആത്മാവ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എന്ന് അവരോട് മറുപടി പറയുക. ആത്മാവ് മനുഷ്യൻ്റെ അകത്തുള്ളതാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്, ആ സമയം വരെ അത് പൂർണ്ണത നേടുന്നതല്ല. ഏതുവരെ എന്നാൽ ഈ ആത്മാവിൽ, അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്നുമുള്ള ദിവ്യഭാഷ, അള്ളാഹുവിൻ്റെ റൂഹ്, അതായത് ദിവ്യഭാഷണം ഇറങ്ങുന്നത് വരെ ഈ ആത്മാവിന് പരിപൂർണത കൈവരിക്കാൻ സാധിക്കുകയല്ല എന്നാണ് മുസ്ലിം മൗദ് പറഞ്ഞത്. മുസ്ലിം മൗദ് അതിനൊരു തെളിവായി ഉദ്ധരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഭാഷണം ഇറങ്ങുമ്പോൾ, അള്ളാഹു ഏതെങ്കിലും കാര്യത്തിൽ സംഭാഷണം നടത്തുമ്പോൾ, വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഉള്ള പ്രവചനം നോക്കുക. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ തിരോധാനം ചെയ്യപ്പെടും, തിരോഭവിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. ഈ ആയത്തിൽ നിന്ന് തന്നെ, ഈ വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ പറയുന്നുണ്ട്, വലൈൻ ഷിഅ്ന ലനസ്ഹബന്ന ബില്ലസി ഔഹൈന ഇലൈക, നാം നിന്നിലേക്ക് ഇറക്കിയത് തിരിച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും കൊണ്ടുവരാൻ, പുനഃസ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആത്മാവിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ആത്മാവ് സന്നിവേശപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ കലാം, ഭാഷണം ഇറങ്ങുന്നത് വരെ ആ ആത്മാവ് പരിപൂർണത കൈവരിക്കുന്നില്ല. അതിന് ഉദാഹരണം ഹുസൂർ പറയുന്നു, ലോകത്ത് കിണറുകളുണ്ട്, അല്ലെങ്കിൽ തടാകങ്ങളുണ്ട്. അത്യുഷ്ണ കാലഘട്ടത്തിൽ ഈ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നു. പിന്നെ മനുഷ്യൻ്റെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത്? ആ സമയത്ത് ആകാശത്തിലേക്കാണ് മനുഷ്യൻ ഉറ്റുനോക്കുന്നത്. ആകാശത്തിൽ നിന്ന് അള്ളാഹു മഴ വർഷിക്കാൻ വേണ്ടി അവൻ ഉറ്റുനോക്കുന്നു. അതുപോലെ തന്നെ ദൈവഭാഷണങ്ങൾ മനുഷ്യൻ മറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ അർത്ഥങ്ങൾ നൽകുകയാണെങ്കിൽ, ആ ഒരു ആത്മാവ് നിലനിൽക്കുന്നതല്ല. അപ്പോൾ അള്ളാഹു തൻ്റെ അനുഗ്രഹ അതിരേഖത്താൽ ദൈവഭാഷണം ഇറക്കുന്നു. ഈ ആയത്തിൽ ഈ കാര്യം അള്ളാഹു വിവരിക്കുന്നു. പുതുതായി ദൈവഭാഷണം ഇറങ്ങുമ്പോൾ പിന്നെ അതിന് ജീവൻ ഏൽക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഴ വർഷിക്കുമ്പോൾ, മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ആ ഭൂമിയിലും അതുപോലെ തന്നെ സജീവത വരുന്നത് പോലെ ആണ് അള്ളാഹുവിൻ്റെ ഭാഷണം മുഖേന റൂഹിനും നവോന്മേഷം വരുന്നത്. വിശുദ്ധ ഖുർആൻ ജനങ്ങളുടെ കൈകളിൽ നിന്ന് പോയി അവർ പുറന്തള്ളി. അവർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാറുണ്ടായിരുന്നില്ല. അവർ അർത്ഥം മനസ്സിലാക്കിയവരും അതിൻ്റെ വിവിധ വിശുദ്ധ ഖുർആൻ്റെ അന്തസ്സിനും മഹാത്മ്യത്തിനും നിരക്കാത്ത നിലയിലുള്ള അർത്ഥങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങി. വിശുദ്ധ ഖുർആൻ ഇത് തന്നെയാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ കലാം, ഇൽഹാം, ഭാഷണത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൂടാതെ ഖുർആനും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം ഞാൻ സംക്ഷിപ്തമായി പറയുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, റൂഹിൻ്റെ തക്മീൽ, പരിപൂർണത, ആത്മീയതയുടെ പരിപൂർണത മതമാണ് നടത്തുക. ഹുസൂർ പറയുന്നത്, ആത്മീയത പരിപൂർത്തി നേടുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പനകൾ, അവൻ നൽകിയ കൽപ്പനകൾ, അവൻ ഇറക്കിയ കൽപ്പനകൾ 1, 2, 3 തുടങ്ങി മനുഷ്യൻ മുഴുവൻ എല്ലാ കൽപ്പനകളും പാലിക്കുകയാണെങ്കിൽ,
പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ കിതാബ് മക്നൂൻ എന്നാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്. മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിലീനമായ ഒരു ഗ്രന്ഥമാണ്. അതിന് വിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു പേര് കിതാബ് മുബീൻ, അത് വിശുദ്ധ ഖുർആൻ്റെ ബാഹ്യമായ രൂപത്തിലുള്ള സ്പഷ്ടമായ ഗ്രന്ഥം. കിതാബ് മക്നൂൻ എന്ന വിശുദ്ധ ഖുർആൻ്റെ സവിശേഷത മനുഷ്യൻ്റെ ഉള്ളിലാണ്. സത്യം പറയുക, വാഗ്ദാനം ലംഘിക്കാതിരിക്കുക, ശരിയായ കാര്യത്തിൽ പോവുക, ഇത് മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ളതാണ്. കിതാബ് മുബീൻ, അതായത് വിശുദ്ധ ഖുർആൻ്റെ ബാഹ്യ രൂപം വരുമ്പോൾ ആ കിതാബ് മക്നൂൻ, നൂറിൻ അല നൂറാകുന്നു. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ സവിശേഷത കൂടുതൽ പ്രദീപ്തമാകുന്നു. ഈ കിതാബ് മുബീനിൽ വിശുദ്ധ ഖുർആനിലെ കൽപ്പന പാലിക്കുമ്പോൾ ഈ ആത്മീയത പരിപൂർണത നേടുന്നു. നാലാമത്തെ കാര്യം മതത്തിൻ്റെ ആവശ്യകതമായത് പരലോക ജീവിതത്തെക്കുറിച്ചുള്ള സുഗ്രാഹ്യം ഉണ്ടാകുക എന്നാണ്. വിശുദ്ധ ഖുർആനും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അഫാസിബ്തും, നിങ്ങൾ കരുതുകയാണോ, നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങളെ നാം വ്യർത്ഥമായാണ് സൃഷ്ടിച്ചതെന്നാണ് കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ സൃഷ്ടിപ്പിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ കരുതുന്നത് ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയത് മൃഗങ്ങളെപ്പോലെ അന്നപാനങ്ങളും അതുപോലെ നിദ്രാജാഗ്രങ്ങളും കൊണ്ട് മാത്രം കഴിച്ച് തള്ളാൻ വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ല, അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിയും യുക്തിയും നൽകിയിട്ടുണ്ട്, ആത്മീയതയുടെ പ്രകാശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ആഗ്രഹിക്കുന്നത് മനുഷ്യൻ മരണത്തിന് ശേഷവും ഈ കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ കണക്കെടുപ്പ് ഉണ്ടാകുന്നതാണ്, വിചാരണ ഉണ്ടാകുന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ അവന് അതിൻ്റെ ഗുണം ലഭിക്കും, പ്രതിഫലം ലഭിക്കും. തെറ്റ് പറ്റുകയാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. ചില പാപങ്ങളുടെ ശിക്ഷ ഈ ലോകത്ത് തന്നെയും ലഭിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ കണക്കെടുപ്പ് എന്നത് പരലോകത്തായിരിക്കും. അതിനുള്ള തെളിവായി മുസ്ലിം അത് പറഞ്ഞത്, അതിനുള്ള തെളിവ് ഇതാണ്. മനുഷ്യൻ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യും, ദുഷ്ചെയ്തി ചെയ്യുമ്പോൾ അവൻ്റെ മനുഷ്യൻ്റെ മനസ്സ് തന്നെ അവനെ അതിനെ ദുഷിപ്പിക്കുന്നതാണ്. ആ മനുഷ്യന് അതിനെ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കളവ് ചെയ്തു, അപ്പോൾ അവൻ്റെ മനുഷ്യൻ്റെ മനസ്സ് തന്നെ അവനെ പഴിക്കുന്നതാണ്. ഇങ്ങനെ മനസ്സ് പഴിക്കുന്നത് അവന് ഒരു കാര്യത്തിന് ഭയം ഉളവാക്കുന്നതാണ്. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം ഹുസൂർ പറഞ്ഞത്, അള്ളാഹുവുമായി ദൈവത്തെ പ്രാപിക്കാനുള്ള ഒരു മാർഗം ഒരുക്കുന്നത് മതമാണ്. അതിനുവേണ്ടി ഒരുപാട് ഫർളുകളുണ്ട്, നിർബന്ധ കടമകൾ കൂടാതെ നഫലുകൾ, ഐച്ഛിക കർമ്മങ്ങളുണ്ട്. നഫലുകൾ മുഖേന മനുഷ്യൻ അള്ളാഹുവിലേക്ക് കുനിയുമ്പോൾ ഹദീസുകൾ വന്നിരിക്കുന്നത്, നഫലുകൾ അനുഷ്ഠിക്കുന്നതിലൂടെ അള്ളാഹു പറഞ്ഞ് ഞാൻ അവർ പിടിക്കുന്ന കൈയായും നടക്കുന്ന കാലായും അവർ സംസാരിക്കുന്ന നാവായും മാറുന്നു എന്ന് അള്ളാഹു പറയുന്നു. അതിനർത്ഥം മനുഷ്യന് അള്ളാഹുവിലേക്ക് മനുഷ്യൻ വിലയം പ്രാപിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നിർബന്ധ കടമകൾ കൂടാതെ നഫലുകൾ ഐച്ഛിക കർമ്മങ്ങളും ചെയ്യുമ്പോൾ, അതിനുവേണ്ടി അവൻ ധൃതി കൂട്ടുമ്പോൾ അള്ളാഹുവിനെ അവൻ പ്രാപിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അദ്ദേഹത്തെ പിന്തുടർന്ന് ആ സ്ഥാനം നേടിയ ഒരു ഉദാഹരണമാണെങ്കിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം നമുക്കെടുക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായ അനുധാവനം ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ആ ആത്മാവ് വിലയിച്ചുകൊണ്ട് വിലയം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രാപിച്ച വ്യക്തിയാണ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം. ബദർ യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്ത് സത്യനിഷേധികളുടെ നേരെ എറിഞ്ഞപ്പോൾ പറഞ്ഞു, വമാ റമീത ഇസ് റമീത വലക്കിനല്ലാഹു റമ. ഞാൻ എടുത്ത ഈ പിടി മണ്ണുണ്ടല്ലോ, അത് ഞാനല്ല, അള്ളാഹുവാണ് എറിഞ്ഞത് എന്നാണ് പറഞ്ഞത്. ബയ്യത്തിനെ കുറിച്ച് പറഞ്ഞത്, ബയ്യത്ത് എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് റിസ്വാനെ കുറിച്ച് പറഞ്ഞത്, അത് അള്ളാഹുവാണ് ബയ്യത്ത് എടുത്തിരിക്കുന്നത്, റസൂലുള്ളാഹി അല്ല. ബൈബിളിലും വന്നിരിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് അവർ അള്ളാഹുവായി മാറുന്നു എന്നാണ്. ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിനെ ജൂതന്മാർ ആക്രമിച്ചപ്പോൾ ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെന്തിനാണ് മർദ്ദിക്കുന്നത്, നീ മനുഷ്യനാണ് എന്നിട്ട് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലേ അള്ളാഹുവിൻ്റെ ഭാഷണം എത്തിയ വ്യക്തി ദൈവമാണെന്നല്ലോ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്നെ ദൈവമെന്നല്ലോ ദൈവത്തിൻ്റെ പുത്രൻ എന്നല്ലോ പറഞ്ഞത്. അങ്ങനെ അതായത് അവർ പ്രതീകാത്മകമായതിൽ അവർ ദൈവമെന്നും പറയാറുണ്ടായിരുന്നു പ്രവാചകന്മാരെ. അവർ പ്രതീകാത്മകമായ നിലയിൽ ദൈവഭാഷണം ലഭിച്ചതിലൂടെ അവർ ദൈവമായി മാറുന്നു, അവർ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു. മതത്തിൻ്റെ അഞ്ചാമത്തെ ആവശ്യകത മുസ്ലിം അത് പറഞ്ഞത് ഇത്തിസാൽ ഇലാഹി, അതിൻ്റെ തന്നിമിത്തമായി ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കും. ജസാക്കുമുല്ലാഹ്.
അടുത്ത ഒരു ടെലിഫോൺ കോളറാണ്. ബംഗ്ലാദേശിൽ നിന്നും ആരിഫ് സമാൻ സാബ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യത്തിൻ്റെ ചോദ്യം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരിഫ് സമാൻ സാബ് കേൾക്കാമോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സർ, എൻ്റെ ചോദ്യം ഇതാണ്. ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീൻ ആണെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്തിനാണ് അറബി ഭാഷയിൽ അവതരിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഈ ലോകത്തിന് മുഴുവനും വിശുദ്ധ ഖുർആൻ്റെ പ്രകാശം എങ്ങനെയാണ് പരക്കുക? ജസാക്കുമുള്ള ആരിഫ് സാബ്. മൗലാന ഷെയ്ഖ് മുജാഹിദ് ശാസ്ത്രി സാഹിബിനോട് ഇതിൻ്റെ മറുപടി നൽകാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. ജസാക്കുമുള്ള. ആരിഫ് സാബ് ആദ്യത്തെ മറുപടി ഇതാണ്, ഉത്തരം ഇതാണ്. ഏത് ആഗോള ന്യായപ്രമാണമാണെങ്കിലും അറബി ഭാഷയല്ല മറ്റേതെങ്കിലും ഭാഷയിലായിക്കോട്ടെ, ആ ഭാഷയെക്കുറിച്ചും ഇത് ആക്ഷേപം ഉന്നയിക്കപ്പെടാവുന്നതാണ്. ആ ഭാഷയിൽ എന്തുകൊണ്ട് എങ്ങനെ ഇറങ്ങി? യഥാർത്ഥ ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ എന്തിനാണ് ഇറങ്ങിയത്? അതിൻ്റെ ഉള്ള പിറകിലുള്ള യുക്തി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ എങ്ങനെ റഹ്മത്തുൽ ആലമീൻ പ്രപഞ്ചകാരുണ്യമായി മാറി എന്നാണ് ചോദ്യം. വിശുദ്ധ ഖുർആൻ അള്ളാഹു പല വിഷയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ആഗോളതലത്തിലുള്ളതാണ്. ഏതെങ്കിലും ഭൂവിഭാഗത്തിനോ ഏതെങ്കിലും കാലത്തിനോ ഏതെങ്കിലും പ്രദേശത്തിനോ വേണ്ടിയുള്ളതല്ല. ഈ വിഷയത്തെ ഞാൻ കുറച്ച് വിശദമാക്കി പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് അടിസ്ഥാന ലക്ഷ്യം മനുഷ്യൻ്റെത് ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവം റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ മുസ്ലിമീനല്ല. മുസ്ലിങ്ങളുടെ നാഥനല്ല, പ്രപഞ്ചനാഥനാണ്. അതായത് മുസ്ലിങ്ങളുടെ ദൈവം എത്രത്തോളം അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവമാണോ അതുപോലെ ജൂതന്മാരുടെയും നസാറകളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെയാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് ആഗോളപരമായിട്ടുള്ള ഒരു ശരീരത്താണ്, ആഗോള മതമാണ്. അതുപോലെ വിശുദ്ധ മറ്റ് അധ്യാപനങ്ങളും നമ്മൾ സൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ കടമകളെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള അവകാശങ്ങളാണ് പറഞ്ഞത്. അവർക്ക് പുരോഗതി പ്രാപിക്കാനും തഖ്വയിൽ മുന്നേറാനുമുള്ള ഒരേപോലെ അവസരങ്ങളാണ് വിശുദ്ധ ഖുർആൻ കൊടുത്തിരിക്കുന്നത്. ഈ അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിനും ഏതെങ്കിലും ഒരു ഭാഷയിൽ ആവേണ്ടത് നിർബന്ധമായിരുന്നു. ആ ഭാഷ വളരെ ആശയസമ്പുഷ്ടമായിരിക്കണം, പല അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയായിരിക്കണമെന്നതും നിർബന്ധമായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അറബിയിൽ അവതരിപ്പിച്ചു എന്നാണ്. സൂറ യൂസുഫ് ആയത്ത് 3 അള്ളാഹു പറയുന്നു, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ എന്നാണ്. അല്ലയോ ജനങ്ങളെ, ഈ ഖുർആനെ നാം അറബി ഭാഷയിലാണ് ഇറക്കിയത്. അതായത് ഭാഷ സ്പഷ്ടമായി വിവരിക്കുന്ന അറബി ആയിട്ട് വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിഘണ്ടു നോക്കുകയാണെങ്കിൽ ഭാഷ എന്നതിലുപരി തൻ്റെ അർത്ഥം വളരെ വ്യക്തമായി സ്പഷ്ടമാക്കുന്ന എന്നാണ് അറബിയുടെ അർത്ഥം. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഉള്ള അർത്ഥതലങ്ങൾ, ആ വിഷയങ്ങളൊക്കെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഉദാഹരണത്തിന് ഖുർആനിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, സൂറ അൽ ബഖറയുടെ പ്രാരംഭത്തിൽ പറയുന്നു, ഇതിനെ ഇറക്കുന്ന വ്യക്തി ആരാണ്? അലിഫ് ലാം മീൻ അന അല്ലാഹു ആലം, ഞാൻ അള്ളാഹു ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. ഇത് എന്തിനെക്കുറിച്ചാണ് ഉണ്ടായത്? ലാ റൈബ ഫീ, ഇതിൽ യാതൊരു സംശയവുമില്ല. ഇത് എന്തിനെ കൊണ്ടാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഈ അധ്യാപനങ്ങൾ എന്തൊക്കെയാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്, അതിലൊരു തരത്തിലുള്ള കുറവും പോരായ്മകളും ന്യൂനതകളുമില്ല. അതിന് പരിണിത ഫലം എന്താണ്? ഹുദല്ലിൽ മുത്തഖീൻ. അതിൻ്റെ ഫലമായി ദൈവഭക്തി ഉള്ളവർക്ക് സന്മാർഗം പ്രാപിക്കാനും അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അറബിയിൽ ഇറങ്ങിയതിനുള്ള കാരണം ഇതിലുള്ള വിഷയങ്ങൾ അള്ളാഹു ജനങ്ങളുടെ സന്മാർഗത്തിനും മാർഗദർശനത്തിനും ഖിയാമത്ത് നാളുകൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ട ഭാഷ വളരെയധികം വിശാലമായ അർത്ഥതലങ്ങളുള്ള ഭാഷയായിരിക്കേണ്ടത് നിർബന്ധമായിരുന്നു. വാക്കുകൾ വളരെ വിശാലമായി തുറന്ന നിലയിൽ വിവരിക്കുന്ന ഒരു ഭാഷ ആയിരിക്കും നിർബന്ധമാണ്. 1400-1500 വർഷം ആയി വിശുദ്ധ ഖുർആൻ കേട്ട് എല്ലാ കാലഘട്ടത്തിലും ആവശ്യത്തിനനുസരിച്ച് പുതിയ പുതിയ അർത്ഥതലങ്ങൾ അതിൽ നിന്ന് നിഷ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. പലതരം വിഷയങ്ങളും പലതരം പാഠങ്ങളും ഇതിൽ നിന്നും ഓരോക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ അർത്ഥതലങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇറക്കിയ വ്യക്തി ഏറ്റവും അസ്തിത്വം എന്നൊരു മഹത്തായ അസ്തിത്വമാണ്. അതിൻ്റെ ഖുർആനെ പിന്തുടർന്നുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്.
വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, ഫീഹ കുത്തുബുൻ ഖയ്യിമ എന്നാണ് വിശുദ്ധ ഖുർആൻ അധ്യാപനം കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഈ ഗ്രന്ഥത്തിൽ എന്നേക്കുമുള്ള ശാശ്വതമായ അധ്യാപനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റു മതഗ്രന്ഥങ്ങളിലുള്ള അധ്യാപനങ്ങൾ അതിലുള്ള കാലകാലത്തേക്ക് ചിരകാലത്തേക്കുള്ള അധ്യാപനങ്ങളൊക്കെ തന്നെ സംഗ്രഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനുണ്ട്. സമയപരിമിതി അനുസരിച്ച് വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് അറബിയിൽ ഇറക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രദേശത്ത് ജനിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ഥലത്ത് മാത്രമേ ജനിക്കുകയുള്ളൂ. എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന അധ്യാപനം അത് ആഗോളതലത്തിലുള്ളതായിരുന്നു. അത് ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല, കാലത്തിന് വേണ്ടിയായിരുന്നില്ല, പ്രദേശത്തിന് വേണ്ടിയായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും സാർവജനീനമാണ്, സാർവകാലികമാണ്. വിശുദ്ധ ഖുർആനും ഖാത്തമുൻ നബീന് ഇറങ്ങിയതാണ്. ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ, മറ്റൊരു ടെലിഫോൺ കോളറുണ്ട്. ഇന്ത്യയിൽ നിന്ന് അബ്ദുൽ ഹക്കീം സാഹിബാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഹക്കീം സാഹിബ്. വലൈക്കും അസ്സലാം. എൻ്റെ ചോദ്യം, അസർ ഷാവൽ സാബ് തൻ്റെ ഗ്രന്ഥമായ ഫൗസുൽ കബീർ പറയുന്നു വിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകൾ മൻസൂഖാണെന്ന്. ലാക്കും ദീനുക്കും വലിയ ദീൻ. എൻ്റെ ചോദ്യം, സയ്യിദുന മുസ്ലിം റളിയല്ലാഹു അൻഹു ഷാ സാഹിബ് എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? അത് പറഞ്ഞു തന്നാലും. ജസാക്കുമുല്ലാ. മുനീർ ഖാദിം സാഹിബിനോടാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാലും. ജസാക്കുമുല്ലാ. ഇദ്ദേഹം ചോദിച്ച ചോദ്യം, തഫ്സീറെ സഗീറിൽ ഈ ആയത്തുള്ളത്, അവിടെ ഫുട് നോട്ടിൽ അത് മുസ്ലിമോസ് റളിയല്ലാഹു അൻഹു ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞാൻ കുറച്ച് പറയാൻ ശ്രമിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇതാണ്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈറിൻ മിൻഹ. അതായത് നാം ഏതെങ്കിലും ആയത്തിനെ നമ്മൾ മൻസൂഖാക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ വിസ്മരിപ്പിക്കുന്നതല്ല, അതിനുശേഷം അതിനേക്കാളും നല്ല ഒരു ആയത്ത് കൊണ്ടുവരാതെ ഈ ആയത്തിന് ഉപയോഗിച്ചിട്ടാണ് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാരും വിശ്വസിച്ചിരുന്നത്. ചില ആയത്തുകൾ മസീഹുദല്ല വേറെ മുൻ പണ്ഡിതന്മാർ വിശ്വസിച്ചിരുന്നത് ചിലത് ദുർബലമാണ് എന്ന് പറയുന്നത്, മൻസൂഖായ ആയത്തുകളുണ്ടെന്ന് പറഞ്ഞത്. ഏതുവരെ എന്നാൽ ഇവിടെ ഷാവൽ ദഹ്ലവിയുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം 5 ആയത്തുകൾ മൻസൂഖാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീർ കബീറിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആയത്തിലുള്ള മുന്നിലുള്ള ബാക്കിലുള്ള ആയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. അവിടെ അഹ്ലെ കിതാബിനെ കുറിച്ചുള്ള പരാമർശമാണ്. അവിടെ പറയുന്നത്, മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറും മിൻ റബ്ബിക്കും. അതായത് അഹ്ലെ കിതാബ് ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ നാദിൽ നിന്ന് വല്ല ഖൈർ ഇറങ്ങണം, അവരുടെ ആ ഖൈർ ഇറങ്ങാൻ വേണ്ടി ആഗ്രഹം. അപ്പോൾ ആദ്യത്തിലെ മുൻ ഗ്രന്ഥത്തിലെ ആളുകളെ അതിലെ ആയത്തുകളെയാണ് വിശുദ്ധ ഖുർആൻ മൻസൂഖാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണത്തിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകൾ ബൈബിളിലുള്ള, ഇഞ്ചീലിലുള്ള വിശുദ്ധ ഖുർആൻ അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ നല്ല അധ്യാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇവർ പറയുകയുണ്ടായി, ഈ നസഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഇതിനു മുമ്പ് വന്ന ശരീഅത്തുകൾ അവയിലുള്ള ചില കൽപ്പനകളെ മൻസൂഖ് ദുർബലപ്പെടുത്തിക്കൊണ്ട് അതിനേക്കാൾ നല്ല മികച്ച അധ്യാപനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ലാതെ വിശുദ്ധ ഖുർആനിൽ പറയുന്നിട്ടുള്ളത് ലൗ കാന മിൻ ഇന്ദി ഗൈറില്ലാഹി ലവജദു ഫീഹാ ഇഖ്തിലാഫൻ കസീറ. ഇത് അള്ളാഹുവിൽ നിന്നും മറ്റാരിൽ നിന്നാണെങ്കിൽ ഇതിൽ തീർച്ചയായും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ സ്വയം തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു ഇതിലെ വൈരുദ്ധ്യങ്ങൾ പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള മറ്റുള്ളവരിൽ നിന്നുള്ളതാണെന്നത് തെളിയിക്കുന്നത്. എത്രമാത്രം ഒരു അന്യായമാണ് ചെയ്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ മുൻ ശരീഅത്തിനെ സംബന്ധിച്ചിട്ടാണ് അതിനെ മൻസൂഖ് ചെയ്തിരിക്കുന്നു, അതിൽ കൽപ്പന പറഞ്ഞിട്ടുള്ളത്.
വിശുദ്ധ ഖുർആൻ അതിനേക്കാൾ നല്ല അത് മികച്ച ആയത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരായത്തുണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുള്ളത്. ഇതിന് ചിലർ പറയുന്നത് ഈ ആയത്ത് കിതാലിനെ സംബന്ധിച്ചുള്ള ആയത്ത് വന്നപ്പോൾ, അതായത് കാഫിറുകളോട് യുദ്ധം ചെയ്യുമോ എന്നുള്ളത്, അപ്പോൾ ഈ ലാ ഇക്റാഹ ഫിദ്ദീൻ അതോട് മൻസൂഖായിരുന്നു. ഇതിനേക്കായിട്ടും വലിയൊരു അന്യായം വേറെ ഇല്ല. വിശുദ്ധ ഖുർആന് ഖിതാലിനെ സംബന്ധിച്ച് അതിന് അധ്യാപനം നൽകിയതിന് ശേഷം ജിഹാദിനെ പറ്റിയുള്ള കൽപ്പന നൽകിയപ്പോൾ അതിന് ശേഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞ് ഇത് മൻസൂഖായി എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിതത്തിലെ സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, തിരുമേനി മക്ക കീഴടക്കിയപ്പോൾ ഒരു തുള്ളി ചോല പോലും ഒഴിക്കാത്ത, അപ്പോൾ ഇവിടെ അബൂജാഹലിൻ്റെ മകൻ ഇക്രമ ഓടിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി തിരിച്ചു കൊണ്ടുവന്നു. തിരുമേനിക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കാരുണ്യവാനാണെന്നാണ്. ഭാര്യ ഇക്രിമയോട്. അപ്പോൾ ആ ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി തിരുമേനിയോട് ചോദിച്ചു, ഞാൻ മുസ്ലിം ആവുന്നില്ലെങ്കിൽ അപ്പോഴും എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ, അപ്പോഴും എനിക്ക് മക്കൾ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി തീർച്ചയായും മുസ്ലിം ആവേണ്ടതില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് മക്കയിൽ ജീവിക്കാവുന്നതാണ്, താമസിക്കാവുന്നതാണ്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിതത്തിലെ ഈ സംഭവങ്ങൾ മുഫസ്സിറുകൾ വായിച്ചിട്ടില്ലേ? എന്നിട്ടും അവരെത്രമാത്രം അന്യായം അവരെങ്ങനെയാണ് ചെയ്യുക? എന്നിട്ടും ഇവർ പറയുന്നു മസീഹ് മൗഊദിൻ്റെ ആവശ്യമില്ല, മസീഹ് മൗഊദിനെ പിന്നെ എന്താ ചെയ്തത് എന്നുള്ളത്. ഈ ഒരു എഹ്സാനാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ മേൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ. ഇത് വലിയൊരു വിഷയം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം മുഖ്തറം ഷെയ്ഖ് മുജാഹിദ് സാഹിബിനോടാണ്. സയ്യിദന അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിയോഗം അത് മുസ്ലിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആത്മീയ ശക്തിയാണ് നൽകിയത് എന്നതാണ് മുസ്ലിം മൗഊദ് പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മുസ്ലിം മൗഊദ് എന്താണ് പറഞ്ഞത്, അത് ചുരുങ്ങി വിവരിച്ചാലും. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. മുസ്ലിങ്ങളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അവരുടെ വിശ്വാസം ഇസ്ലാമിൻ്റെ അധപ്പതനം ഉണ്ടായപ്പോൾ ആ സമയത്ത് അള്ളാഹു ഒരു മഹദിയെ അയക്കുന്നതായിരിക്കും. അദ്ദേഹം വാൾ മുഖേന വീണ്ടും ഇവർക്ക് വിജയം നൽകുമെന്നുള്ളത്. അതായത് ഒരു ചിന്താഗതി, ഒരു സങ്കല്പം, ഒരു രക്തദാഹിയായ ഒരു മഹദിയെ സംബന്ധിച്ച സങ്കല്പമാണുള്ളത്. ആ വരാൻ പോകുന്ന മഹദി അത് മറ്റ് മതങ്ങളുടെ മേൽ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചതുപോലെ അത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മസീഹ് മൗഊദ് ആണെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് അവർക്ക് ഭൗതികമായ ശക്തികൾ, ഭരണകൂടങ്ങൾ അതെന്തുകൊണ്ട് കിട്ടുന്നില്ല? ആദ്യം അവരുടെ അടിസ്ഥാനം തെറ്റായിരുന്നു. അതുകൊണ്ടാണ് അത് മുസ്ലിം മൗഊദ് തആല അൻഹു ഈ ഒരു പ്രഭാഷണത്തിൽ 1930 ചെയ്ത ഈ പ്രഭാഷണത്തിൽ ഖാദിയാൻ ജൽസ സാരം ചെയ്ത, അതായത് ഫസായിൽ ഖുർആനിൽ ഈ വിഷയം എടുക്കുന്നുണ്ട്. ഹുസൂർ അതിൽ നൽകിയ മറുപടിയിൽ ആ മറുപടി അനുസരിച്ച് ഞാൻ മറുപടി പറയാം. ഹുസൂർ പറയുന്നു, അമ്പിയാക്കൾ 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു നബി എന്ന് പറയുന്നത് ശരീഅത്ത് പരമായ നബിയാണ്, നിയമസംഹിത കൊണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ നബി എന്ന് പറയുന്നത് അത് ശരീഅത്ത് കൊണ്ടുവരില്ല, മുൻ ശരീഅത്തിന് അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ശരിയായിട്ടുള്ള പ്രവാചകൻ. അത് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ കൽപ്പനകളും ഒക്കെ ഇറങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിന് ശേഷം അദ്ദേഹത്തിന് വിശ്വസിച്ചവരുടെ അള്ളാഹു അവർക്ക് ഭരണം നൽകാറുണ്ട്. കാരണം ആ ശരീഅത്ത്, പ്രവാചകൻ നൽകിയ ശരീഅത്ത് പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടിയാണത്. എന്നാൽ ഇത് ശരീഅത്തില്ലാത്ത പ്രവാചകന്മാർക്ക് ഉണ്ടാവാറില്ല. അസർ മുസ്ലിം മുതലെത്താണ് ഇതിന് ഉദാഹരണം നൽകുകയാണെങ്കിൽ, അസർ യാക്കൂബ് അലൈഹി സ്വലാം നബിയായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് ഭരണം ഉണ്ടായിരുന്നില്ല. അസർ ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ നബിയായിരുന്നു, അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഭരണകൂടം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ അസർ യൂസുഫ് അലൈഹി സ്വലാം നബിയായിരുന്നു, എന്നാൽ അദ്ദേഹത്തിനും ഒരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ കാര്യമെന്ന് പറയുന്നത് അമ്പിയാക്കൾ ശരീഅത്തില്ലാത്ത പ്രവാചകൻ, അത് ഹൃദയങ്ങളെയാണ് അവർ ജയിച്ചടക്കുന്നത്. മാനവകുലത്തെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്നതിന് ഇതാണ് ഒന്നാമത്തെ കാര്യം.
ഒരു മറുപടിയാണ് ഇത്. രണ്ടാമത്തെ കാര്യം പറയണം ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകും. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മസീമോദ് സ്വലാത്തു വസ്സലാമിന് ലൗകിക ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള സുവാർത്ത നൽകിയിട്ടുണ്ടോ എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ തസ്കറ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, വീണ്ടും വീണ്ടും വാർത്ത നൽകിയിട്ടുണ്ട്, രാജാക്കന്മാരുടെ വസ്ത്രത്തിൽ നിന്ന് അനുഗ്രഹം തേടുമെന്ന്. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം വാദത്തിന് മുമ്പ് തന്നെ അവിടുന്ന് 1850 ഭരണാഹമ്മദിയ എഴുതുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമുണ്ട്. 1860-680 19 അത് ഇതിൽ മറുപടി ഉണ്ട്. അത് മസീമു സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, ഞാനൊരു സ്വപ്നത്തിൽ മുഖ്ലിസായുള്ള ഒരു മുഅ്മിന് ഒരു രാജാക്കന്മാരുടെ സംഘത്തെ ഞാൻ കണ്ടു. ഞാൻ വീണ്ടും പറഞ്ഞു, അതായത് ആ ബാദ്ഷാ, ആ രാജാവ് മുഅ്മിനാണ്, നീതിമാനാണ്, സച്ചരിതനാണ്, ഈ ഗുണങ്ങളുള്ള രാജാവാണ്, സാധാരണ ഒരു രാജാവല്ല. പിന്നെ പറഞ്ഞു, അവരിൽ ചിലർ ഈ രാജ്യത്തിലെ തന്നെ, ഈ ഇന്ത്യയിലുള്ള രാജ്യം, ചിലർ അറബിയിലുള്ള രാജാക്കന്മാരുന്നു, ചിലർ പേർഷ്യ രാജാക്കന്മാരുന്നു, ചിലർ സിറിയയിലുള്ള, ചിലർ റോമിലുള്ള രാജാക്കന്മാർ, പിന്നെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ. അവരെനിക്കറിയില്ല. അതിനുശേഷം ആ സ്വപ്നത്തിൻ്റെ വിശദീകരണം പറയുന്നു, അതിനുശേഷം എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പറയപ്പെട്ടു, അവർ നിന്നെ സത്യപ്പെടുത്തുന്നതായിരിക്കും, അവർ നിന്നെ വിശ്വസിക്കുന്നതായിരിക്കും, അവർ നിനക്ക് വേണ്ടി സലാം ചെല്ലുന്നതായിരിക്കും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, ഞാൻ നിനക്ക് അനുഗ്രഹം നൽകുന്നതാണ്. ഏതുവരെ രാജാക്കന്മാർ നിൻ്റെ വസ്ത്രത്തിൽ നിന്ന് അനുഗ്രഹം തരുന്നത്, ഞാൻ അവരെ മുഖ്ലിസിങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അത് മസീമു സ്വലാത്തു വസ്സലാം അറബിയിലാണ് ചേർത്തിരിക്കുന്നത്. അത് മസീമു സ്വലാത്തു വസ്സലാമിൻ്റെ ഈ സ്വപ്നം, ഈ ദർശനം, ഇത് 100 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1965 അത് ഖലീഫത്ത് മുസീഹ് സാലിസിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമായി ഗാംബിയയിലെ രാജാവ് സിംഗാട്ടി സാഹിബിനെ ബയ്യത്ത് ചെയ്തു, അപേക്ഷിച്ചു, ഞാൻ അത് മസീമു സ്വലാത്തു വസ്സലാമിൻ്റെ ആ വസ്ത്രത്തിൽ നിന്ന് അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആരംഭമായിരുന്നു നമ്മൾ ഖലീഫത്ത് റാബിൻ്റെ കാലഘട്ടത്തിൽ കാണുന്ന ഒരുപാട് രാജാക്കന്മാരുടെ സംഘം വന്നുകൊണ്ടിരുന്നു. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേക വാഗ്ദാനമാണ്. അത് മസീമു സ്വലാത്തു വസ്സലാമിനോടുള്ള. ഇൻഷാ അല്ലാഹ് അത് വളരെ മികച്ച രീതിയിൽ ഭാവിയിൽ അത് പുലരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഭൗതിക രാജാവും അള്ളാഹുവിന് നൽകുന്നതായിരിക്കുമെന്ന് വാഗ്ദാനമുണ്ട്. അന്ന് അവസാനത്തെ കാര്യം പ്രത്യേകമായിട്ട് ഇത് പറയാം. അത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമോദ് തആലാഹു പറഞ്ഞത്, അമ്പിയാക്കൾ, ശരീഅത്തില്ലാത്ത അമ്പിയാക്കൾ, അവർ ഹൃദയത്തെയാണ് അവർ ജയിച്ചടക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മസീമദ് സ്വലാത്തു വസ്സലാം തൻ്റെ നിയോഗത്തിൻ്റെ ഒരു കാര്യമായി പറഞ്ഞത് അള്ളാഹുമായിട്ട് ജനങ്ങളെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മനുഷ്യരിൽ പരസ്പരം സ്നേഹം വളർത്തിയെടുക്കുക. മൂന്നാമത്തത് ഇസ്ലാമിലുള്ള അനാചാരങ്ങൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ മസീമു സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, എന്നെ അയച്ചിരിക്കുന്നത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നഷ്ടപ്പെട്ട ആ മഹത്വം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധ ഖുർആൻ്റെ സത്യത്തെ ലോകത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഈ ലൗകികമായ ഭരണങ്ങൾ എൻ്റെ ലക്ഷ്യമല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്ത് ഹുസൂർ പറയുന്നു, എനിക്ക് രാജ്യവുമായിട്ട് യാതൊരു ബന്ധമല്ല, എനിക്ക് യുദ്ധങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഹൃദയത്തെ ജയിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് എൻ്റെ ഭരണം എന്ന് പറയുന്നത് എത്രയും വ്യത്യസ്തമാണ്. റിസ്വാനിയാർ അവിടുത്തെ തിരുമേനിയെ അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഖലീഫമാരും ഹൃദയങ്ങളെ കീഴടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ പ്രിയ ഇമാം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അൽ ബിൻ അസീസ് ഈ ഒരു പ്രവൃത്തിയെയാണ് ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സദ്വൃത്തരായ ആളുകളെ ഏക മതത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് വാസൽ ജസാ. അടുത്ത ചോദ്യം മൗലാന മുനീർ ഖാദിം സാഹിബിനോടാണ്. സദക്കയെക്കുറിച്ച്, ദാനധർമ്മങ്ങളെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ എന്താണ്? അവയെക്കുറിച്ച് എന്തെങ്കിലും പറയാം? ജസാക്കുമുല്ലാഹ്. സദക്ക എന്ന കാര്യം ഹിന്ദിയിൽ ദാൻ എന്നാണ് പറയുന്നത്. ദാനധർമ്മം, ഖൈറാത്ത് എന്നും പറയുന്നു. ദാനധർമ്മങ്ങളെയാണ് സദക്ക എന്ന് പറയുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇത് സംബന്ധിച്ച്
തൻ്റെ ഒരു ലെക്ചർ അല്ലെങ്കിൽ പ്രഭാഷണം 28 ഡിസംബർ 1930 നിർവഹിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഒരു പ്രഭാഷണം നിർവഹിച്ചിരുന്നു. വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. മുസ്ലിമോത് പറയുകയുണ്ടായി, സദക്ക അല്ലെങ്കിൽ ദാനധർമ്മം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു മതങ്ങളിൽ ഇതിനെ കുറിച്ചുള്ള അധ്യാപനങ്ങൾ അത് പൂർണ്ണമല്ല, വളരെ അപൂർണമായ അധ്യാപനങ്ങളാണ് മറ്റു മതങ്ങളിൽ ദാനധർമ്മങ്ങളെക്കുറിച്ചുള്ളത്. ഉദാഹരണത്തിന് മുസ്ലിമോത് പറയുകയുണ്ടായി, ഇഞ്ചിയിൽ എടുത്തു നോക്കുക, സുവിശേഷങ്ങൾ എടുത്തു നോക്കുക. സുവിശേഷങ്ങളിൽ പറയുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത്, ധനികർ ആകാശത്തിൽ ഉള്ള ദൈവരാജ്യത്തിൽ എത്തുക അസാധ്യമാണ്. പറയുകയുണ്ടായി, ഒട്ടകം സൂചി കുഴയിലൂടെ പോകുന്നതായിരിക്കും എളുപ്പം, എന്നാൽ ധനികർ ഒരിക്കലും ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നു, നീ ദാനധർമ്മം നൽകുമ്പോൾ നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാത്ത വിധത്തിലായിരിക്കും ദാനം ചെയ്യേണ്ടത് എന്നും വന്നിട്ടുണ്ട്. നല്ല അധ്യാപനങ്ങളാണ് സുവിശേഷങ്ങളുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ എടുത്തു നോക്കുക, അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ മങ്ങലേറ്റ അധ്യാപനമായി നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. അതുപോലെ വേദത്തിലും കാണുക, ബ്രാഹ്മണൻ ഏതെങ്കിലും പശു ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ പാപിയാകും എന്നാണ് പറഞ്ഞത്. ബ്രാഹ്മണന് മാത്രമാണ് ദാനധർമ്മം, അവന് മാത്രമാണ് അവകാശപ്പെട്ടത് എന്നാണ് വേദം പറയുന്നത്. എന്നാൽ ഇതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ എന്താണ് കാണുന്നത്? വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഏറ്റവും ആദ്യമായി പറഞ്ഞത് സദക്കയുടെ അളവ് എത്രയായിരിക്കണം. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത് ഹഖ് ലിൽ ബസ്തി. അതായത് നിൻ്റെ ധനവും സമ്പത്തും കണ്ട് നിൻ്റെ കൈ കഴുത്തിന് ചുറ്റിപ്പിടിക്കരുത്, അതായത് പിശുക്കനാകരുത്. അത് അല്ലെങ്കിൽ കൈ തുറന്ന് അനാവശ്യ ചെലവും ചെയ്യരുത്, അവസാനം സ്വന്തം ഒന്നും മിച്ചം വരാത്ത അവസ്ഥയും ഉണ്ടാകരുത്. എന്തായിരിക്കണം അളവ് പോലെ എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധൂർത്തിൽ നിന്നും അതുപോലെ ദുർവ്യയത്തിൽ നിന്നും രക്ഷപ്പെടാനും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, അവരുടെ ആവശ്യങ്ങളും നിറവേറ്റേണ്ടതുണ്ട്. വല്ലസീന ഇസാ അൻഫഖു ലം യുസ്രിഫു വല യഖ്തുലു. അവർ ചെലവഴിക്കുമ്പോൾ ധൂർത്തും കാണിക്കുന്നതല്ല, അവർ മധ്യനിരയായിരിക്കും കൈക്കൊള്ളുന്നത്. മറ്റൊരു അധ്യാപനം പറഞ്ഞത്, എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഇത് വിതരണം ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് സദക്ക നൽകേണ്ടത്, അതിന് അർഹരാണ്. ഏറ്റവും ആദ്യം അർഹരായത് മാതാപിതാക്കളാണ്, പിന്നെ അടുത്ത ബന്ധുക്കളാണ്, പിന്നെ യത്തീമുകളുണ്ട്, അതുപോലെ തന്നെ അഗതികളും അശരണരുമുണ്ട്, അതുപോലെ തന്നെ ജോലിക്കാരുണ്ട്, സേവകരുണ്ട്, അവർക്കും നൽകേണ്ടതാണ്. തൊഴിലാളി വർഗത്തിന് അല്ലെങ്കിൽ വീട്ടിൽ വേല ചെയ്യുന്ന ഭൃത്യന്, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ കൂടാതെ അടുത്ത അയൽവാസിയെയും വിശുദ്ധ ഖുർആൻ സദക്കയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പറയുന്നു, സദക്ക കൊടുക്കേണ്ട രീതി എന്താണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, 2 വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സിറൻ വ അലാനിയ, മറഞ്ഞും തെളിഞ്ഞും. അതായത് മറച്ചു വെച്ചുകൊണ്ടും അതുപോലെ പ്രകടമാക്കിക്കൊണ്ടും ദാനധർമ്മം ചെയ്യുക. ഇഞ്ചിയിൽ പറഞ്ഞത്, സുവിശേഷങ്ങൾ പറഞ്ഞത് വളരെ നിശബ്ദമായി നൽകുക എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ പ്രകടമാക്കിയും കൊടുക്കേണ്ടി വരും, മറ്റുള്ളവർക്ക് പ്രചോദനം എന്ന നിലയിൽ ചില സമയത്ത് ഗോപ്യമായും വെക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എത്രത്തോളം മഹാത്മ്യമേറിയതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് പറയുന്നു, സദക്കയുടെ ലക്ഷ്യം എന്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുസ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വ തുസക്കിഹിം. നിങ്ങളുടെ സമ്പത്തിൽ നിന്നും സദക്ക വാങ്ങിക്കുക, കാരണം അങ്ങനെ ആ സമ്പത്ത് പരിശുദ്ധീകരിക്കുന്നതാണ്, അവരുടെ ധനം ശുദ്ധീകരിക്കപ്പെടുന്നതാണ്, അവരുടെ സ്വഭാവ ഗുണങ്ങൾ നിർമ്മലീകരിക്കുന്നതാണ്. അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തി ഒരിക്കലും തന്നെ കൈക്കൂലി വാങ്ങിക്കുന്നതല്ല, അങ്ങനെ പരിശുദ്ധി കൈവരിക്കാൻ ഇത് നിമിത്തമാകും. അതുപോലെ പറഞ്ഞു, സദക്ക എന്നത് ദരിദ്രർക്ക് നിങ്ങൾ നൽകുന്ന ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്, അതൊരു കടം എന്ന നിലയിൽ നിങ്ങളുടെ പക്കലുള്ളത്. അള്ളാഹുവിൻ്റെ ധനത്തിൽ ദരിദ്രരെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചോ അധ്വാനത്തോടെ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നു. പറയുന്നു, ഹക്കുൽ ലിസ്സായിലി വൽ മഹ്റൂം. അതായത്
പിറകെ നടന്ന് യാചിക്കുന്നവർക്കും ഇതിൽ ഹക്കുണ്ട്, അവകാശമുണ്ട്. അല്ലെങ്കിൽ വളരെ ചോദിക്കാൻ നാണം കൊണ്ട് ചോദിക്കാത്ത ലജ്ജയുള്ളവർ, അവരുടെ ശൈലി കൊണ്ട്, അവരുടെ മുഖഭാവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കണം. ഹക്കുൽ ലിസായിൽ വൽ മഹ്റൂം. തുടർന്ന് പറയുന്നു, സദഖ എന്തിനാണ് കൊടുക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്തൽ മാല അല ഹുബ്ബിഹി. എന്തിനാണ് ധനം നൽകുന്നത്? അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ വേണ്ടി. മറ്റൊരിടത്ത് പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മ തുഹിബ്ബൂൻ. നിങ്ങൾ ഒരിക്കലും തന്നെ നന്മ പ്രാപിക്കുന്നതല്ല ഏതുവരെ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധനത്തിൽ നിന്നും ചെലവഴിക്കുന്നില്ലയോ. പ്രിയപ്പെട്ട ധനം ചെലവഴിക്കണം. അതാണ് ദൈവപ്രീതി നേടുന്നതിന്, ദൈവസ്നേഹം കരഗതമാക്കുന്നതിനുള്ള കാരണമാകുക. തുടർന്ന് പറയുന്നു, ആരെങ്കിലും യാചിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവരെ പറഞ്ഞയക്കരുത്. ആരെങ്കിലും യാചിച്ചു വരികയാണെങ്കിൽ വഴക്ക് പറയുകയോ ഉപദേശം നടത്തുകയോ ചെയ്ത് നിശബ്ദമായി മൗനം പാലിച്ചുകൊണ്ട് നൽകുക. മറ്റൊരു മഹത്തായ അധ്യാപനം എന്നത് സദക്ക നൽകുന്നു, കൊടുത്തു എന്നത് ശരി. ചിലർക്ക് ശീലമുള്ളത് സദക്ക കൊടുത്തതിന് ശേഷം അതിൻ്റെ പിറകെ നടക്കുന്നു, ഞാൻ വലിയ ഔദാര്യം കാണിച്ചു എന്ന് നടിക്കുന്നു. ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദ എന്ന് വിശുദ്ധ പറയുന്നു. നിങ്ങളുടെ സദക്കകളെ നിങ്ങൾ ഔദാര്യം പ്രകടിപ്പിച്ചുകൊണ്ടും ജനങ്ങളുടെ ഹൃദയങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിങ്ങളത് വ്യർത്ഥമാക്കരുത്. ആരാണ് ഈ പ്രകാരം ചെയ്യുന്നത്? അവൻ സദക്ക നൽകിയിട്ട് അത് വലിയ ഔദാര്യമായി പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നു. അവരെക്കുറിച്ച് പറഞ്ഞത് ആ സദക്ക വ്യർത്ഥമായി പോകുന്നതാണ്. അതുകൂടാതെ ഒരുപാട് സദക്കയുടെ തരംതിരിവുകളുണ്ട്. ആർക്ക് രോഗം വരുന്നിട്ടുണ്ടെങ്കിൽ സദക്ക നൽകുക, ആപത്ത് തള്ളിപ്പോകാൻ വേണ്ടി സദക്ക നൽകുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലും വിശുദ്ധ ഖുർആനിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ധനമില്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയുന്നതും സദക്കയാണ്, ദാനധർമ്മമാണ്. എന്തെങ്കിലും നിലത്ത് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുന്ന സദക്കയാണ്. ഈ മാറ്റത്തിൽ തരീക്ക സദക്കത്തുൻ, വഴിയിൽ കിടക്കുന്ന സാധനം വഴി തടസ്സമാക്കി മാറ്റുന്ന നീക്കം ചെയ്യുന്നതും സദക്കയാണ്. അള്ളാഹുവിന് വേണ്ടി ജനങ്ങൾ സഹായിക്കുന്ന സദക്കയാണ്. മറ്റൊരു സദക്കയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലെങ്കിൽ ഇസ്ലാം അത് കൊണ്ടുവന്നത് സദക്ക ജാരിയ എന്നതാണ്. അതായത് സദക്ക ജാരിയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മരണത്തിന് ശേഷവും അവന് അതിൻ്റെ പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു കിണർ ഒഴിക്കുകയാണെങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷം അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, ജനങ്ങൾ പിന്നെ ഗ്രന്ഥങ്ങൾ എഴുതുന്നു, അതിനുശേഷം ജനങ്ങൾ അതിൽ നിന്ന് മരണശേഷം ഫലം എടുക്കുന്നു. സ്കൂൾ തുടങ്ങി പിന്നീട്. അതുകൊണ്ട് അതിൻ്റെ സദക്ക ജാരിയ, അത് തുടർച്ചയായ സദക്ക എന്ന് അതിന് പറയുന്നു. മറ്റൊരു കാര്യം സദക്കയെക്കുറിച്ച് പറയാനുള്ളത്, സദക്കയുടെ പൂർണ്ണ രൂപം എന്നത് ഖിലാഫത്ത് കൂടാതെ ഒരിക്കലും തന്നെ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നതല്ല. ഒന്നാമതായി വിവിധ തരത്തിലുള്ള അതിനുള്ള ഹെഡുകളുണ്ട്. അതിൻ്റെ പരിപൂർത്തി വരുത്തുന്നതിന് വേണ്ടിയും ഖിലാഫത്ത് വേണം. അതുപോലെ ലോകത്ത് മുഴുവനും സ്ഥാപിക്കുന്നതിന് വേണ്ടിയും അങ്ങനെ പൂർണ്ണത നേടാൻ വേണ്ടി ഖിലാഫത്തിൻ്റെ വ്യവസ്ഥിതി അനിവാര്യമാണ്. ജമാഅത്ത് അഹ്മദി നോക്കുക, ഈ എല്ലാ തരത്തിലുള്ള ഹെഡുകളും അക്കൗണ്ടുകളും ഖിലാഫത്തിൻ്റെ അനുഗ്രഹത്താൽ സദക്കയുടെ പലതരം ഹെഡുകളുണ്ട്. ബൈത്തുൽ ഹംദ്, വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി, മറിയം ഷാദി ഫണ്ട്, ദരിദ്രരുടെ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടി, അതുപോലെ യതാമ ഫണ്ട്, അത് അനാഥർക്ക് വേണ്ടിയുള്ള ഫണ്ട്. അങ്ങനെ ആഗോളതലത്തിലുള്ള സൊസൈറ്റിയാണ്, ബ്രാഞ്ചാണുള്ളത്. ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞ ആഗോളതലത്തിലുള്ള യൂണിറ്റാണ്. UNOയിലും അത് രജിസ്റ്റേർഡാണ്. അങ്ങനെ ലോകം മുഴുവനും സദക്കയുടെ ഒരു പരമ്പര തന്നെ, ഒരു ദാനധർമ്മ പരമ്പര തന്നെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് നടക്കുന്നു. അവസാനമായി പറയാനുള്ളത്, ഈ സദക്കകളുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ തരംതിരിവുകളും ഹദ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കിയതുമൊക്കെ തന്നെ, അതായത് വഴിയിൽ കിടക്കുന്ന തടസ്സം നീക്കുന്നതും സദക്ക എന്ന് പറയുന്നത് നമ്മുടെ ഖാദിമീങ്ങൾ, യുവാക്കൾ വക്കാറാമൽ ചെയ്യുന്ന ശ്രമദാനം ചെയ്യുന്നതും അത് ഖിലാഫത്തിൻ്റെ ബർക്കത്താണ്. വഴിയിൽ അഴുക്കും മാലിന്യങ്ങളും ആളുകൾ തള്ളുന്നു. ചില വഴികളിലൂടെ നടന്നു പോകാൻ തന്നെ സാധിക്കുന്നില്ല. അത് മൂക്ക് പൊത്തിയല്ലാതെ ആ വഴിയിലൂടെ നടന്നു പോകാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യത്താൽ ഇന്ന് വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ
സദക്കയെ കുറിച്ചായിക്കോട്ടെ, ദാനധർമ്മങ്ങളെക്കുറിച്ചായിക്കോട്ടെ, അതൊക്കെ തന്നെ ഈ അധ്യാപനങ്ങളൊക്കെ തന്നെ ഹസ്രത്ത് അഖ്ദസ് മസീമൂദ് അലൈഹി ഇസ്ലാമിൻ്റെ അനുഗ്രഹത്തോടെ ഖിലാഫത്തിലൂടെ നമുക്ക് അതൊക്കെ നേടാൻ സാധിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഔദാര്യവുമാണ്. മറ്റുള്ളവർ ഇതിൽ നിന്നും ഹതഭാഗ്യരാണ്, ഇതിൽ നിന്ന് അകന്നവരാണ്. ഈ ഒരു കാര്യം അള്ളാഹുവിൽ നിന്നും ലഭ്യമായതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇതിലേക്ക് വരേണ്ടി വരും, ഈ അധ്യാപനത്തിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ വിലമതിക്കുക, അത് എൻ്റെ അടുത്ത ചോദ്യം മുഹത്തറം ഷെയ്ഖ് മുജാഹിദ് അഹമ്മദ് സാഹിബിനോടാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന അധ്യാപനങ്ങൾ എന്താണ്? ഇത് സംബന്ധിച്ച് സയ്യിദന മുസ്ലിം തആല അൻഹു വിവരിച്ച കാര്യം അത് വിവരിച്ചാലും. ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. വിശുദ്ധ ഖുർആനിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് എത്ര വിശദീകരിച്ചിട്ടാണോ പറഞ്ഞിട്ടുള്ളത്, എത്ര മികച്ച രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ള ഗ്രന്ഥങ്ങൾ ലോകത്ത് അത് മികച്ച നിശബ്ദമാണ്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇത് സംബന്ധമായി ഈ വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം എന്ന വിഷയം അത് വളരെ വിശാലമായൊരു വിഷയമാണ്. ഇതിന് ഒരുപാട് ശാഖകളുണ്ട്. അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ അതിൽ പെടുന്നു. പരസ്പരമുള്ള ബന്ധം, സ്ത്രീ പുരുഷനും തമ്മിലുള്ള പരസ്പര ബന്ധം, അതുപോലെ തന്നെ ഹക്ക് മഹർ, അതുപോലെ തന്നെ ബഹുഭാര്യത്വം. അത് മുസ്ലിം മൗദ് തആല അൻഹു അദ്ദേഹം നൽകിയ പ്രഭാഷണത്തിൽ 1930 ആ പ്രഭാഷണത്തിൽ അദ്ദേഹം സമയത്തിൻ്റെ ഇതനുസരിച്ചിട്ട് അദ്ദേഹം ഒരു സംഗതി അതിൽ പറയുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം സംബന്ധിച്ച് അവർക്ക് എന്തുകൊണ്ട് വിവാഹം കഴിക്കണം, അവരെന്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കണം, ഇത് സംബന്ധിച്ച് ഇസ്ലാം എന്ത് അധ്യാപനമാണ് നൽകുന്നത്. അതായത് ഇതാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോയിൻ്റ്. പുരുഷൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, സ്ത്രീയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്തുകൊണ്ട് ജീവിക്കണം. ഇത് സംബന്ധമായിട്ട് ഹുസൂർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി ഒന്നാമത്തെ കാര്യം ഹുസൂർ പറഞ്ഞത് ഇതൊരു പ്രകൃതിപരമായ ഒരു സംഗതിയാണ്. മനുഷ്യൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രകൃതത്തിലുള്ളതാണ് ഒരാൾ പരസ്പരം വേണ്ടി ആഗ്രഹിക്കുന്നുള്ളത്. ഹുസൂർ ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞത് ഒരുപാട് ഹിക്മത്തുകൾ ഇതിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഉദാഹരണമായി ഒന്നാമത്തെ ഹിക്മത്ത് ഹുസൂർ പറഞ്ഞത്, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്ന ഫലമായി രണ്ടുപേരും ഒരുപാട് ശാരീരികവും ധാർമ്മികവും ആത്മീയവുമായ രോഗങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കും. അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങൾ അവർക്ക് പിടിപെടുന്നതാണ്. ഒരു ഭാഗത്ത് ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതോടൊപ്പം മറുഭാഗത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഫലമായിട്ട് അവർക്ക് ശാരീരികവും ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള ഒരുപാട് പുരോഗതിയിൽ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കും. ഈ കാരണം കൊണ്ടാണ് ഇസ്ലാം പ്രത്യേകിച്ചും സന്യാസത്തെ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹബാനിയത്ത ഫിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിൽ ഒരു തരത്തിലുള്ള സന്യാസവുമില്ല. പിന്നെ നിക്കാഹിന് വേണ്ടി ഹുസൂർ പ്രേരണ നൽകി, പ്രത്യേകിച്ച് യുവാക്കളോട് പറയുകയുണ്ടായി, നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്ന് പറയുന്നത് എൻ്റെ സുന്നത്താണ്. ഫമൻ റഗീബ അൻ സുന്നത്തി, എൻ്റെ സുന്നത്തിൽ നിന്ന് ആരാണോ പിന്നോട്ട് മാറുന്നത്, ഫലൈസ മിന്നി, അവന് എന്നോടുമായി യാതൊരു ബന്ധവുമില്ല. അതായത് അവിടുന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും നോക്കുക, അവരെല്ലാവരും തന്നെ അവർ വിവാഹം കഴിച്ചവരാണ്. അവർ വിവാഹം കഴിച്ച് അവർ നല്ലൊരു മാതൃക സ്ഥാപിക്കുകയുണ്ടായി. അവർ നല്ല മാതൃക സ്ഥാപിച്ചു ലോകത്തോട് പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ ആത്മീയതയിൽ മുന്നോട്ട് ഗമിക്കാവുന്ന. രണ്ടാമത്തേതായിട്ട് ഹുസൂർ പറഞ്ഞത്, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇസ്ലാം ഒരു സുന്ദരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ യൂണിറ്റ്, സ്ത്രീ പുരുഷ ബന്ധത്തോടു കൂടി ഉണ്ടാകുന്ന ആ യൂണിറ്റ്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തഖ്വയിലാണ്. അതായത് വിവാഹത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാമിൽ തഖ്വയാണ്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സന്താനങ്ങൾ, അത് നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നു. അത് വിവിധ യൂണിറ്റ്സ് അത് സമൂഹത്തിൽ ഒരുപാട് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട്
നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ നല്ലൊരു സമൂഹം ഇങ്ങനെ അടിത്തറപ്പാകുന്നു. ഇതാണ് അടിസ്ഥാനപരമായിട്ട് അത് മുസ്ലിമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിക്കുന്ന ആളുകൾ അവർ പ്രത്യേകിച്ച് ഇതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഇസ്ലാം പറയുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അവർക്ക് ആത്മീയതയുടെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുന്നു. അവർ സാലിഹ്യങ്ങളും സാലിഹാത്തുകളും കാനിത്തേകളും കാനിത്താത്തുകളും ഇവരുടെയൊക്കെ തന്നെ ഇവർക്കൊക്കെ തുല്യമായ സ്ഥാനമാണ് ആത്മീയതയിൽ അള്ളാഹു നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ശാരീരികമായ നിർമ്മിതി ഘടന എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതൊക്കെ വ്യത്യസ്തമായിരുന്നു. സ്ത്രീകളെ പുരുഷന്മാരെ കവാമുകളാക്കുകയുണ്ടായി. അവർക്ക് കൂടുതൽ ശക്തി നൽകുകയാണെങ്കിൽ, അവരുടെ മേൽനോട്ടത്തിനുള്ള ഉത്തരവാദിത്തം നൽകുകയാണെങ്കിൽ ഇനി അവർ വീട് കുടുംബം നോക്കണം. അതുപോലെ തന്നെ സ്ത്രീക്കും അതുപോലെ അവകാശം നൽകുകയാണെങ്കിൽ, തിരിച്ചു പറഞ്ഞാൽ റുഹാനിയത്തിൻ്റെ പരിപൂർത്തിക്ക് വേണ്ടി ഇസ്ലാം നൽകിയ അധ്യാപനം എന്ന് പറയുന്നത് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ആത്മീയത സമ്പൂർത്തീകരണം ഉണ്ടെന്ന് സംഭവിക്കുന്നില്ല. അതിനാണ് വിവാഹത്തിലേക്ക് ശ്രദ്ധ നൽകിയത്. അമ്പിയാക്കളെ തങ്ങളുടെ മാതൃക മുഖേന അവർ പറയുകയുണ്ടായി, നമ്മൾ എങ്ങനെ നമുക്ക് വിവാഹം കഴിച്ചുകൊണ്ട് ആത്മീയതയിൽ മുന്നോട്ട് ഗമിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹുസൂർ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുകയുണ്ടായി, ഈ അടിസ്ഥാനപരമായ കാര്യം, അതായത് സമൂഹ നിർമ്മിതിയിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുക എന്നുള്ളത്. എന്നാൽ ലോകത്തിലെ മിക്ക മതങ്ങളും അവർ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അവർ ചില മതങ്ങൾ പറയുന്നത് ബ്രഹ്മചര്യം 20 വയസ്സ് വരെ ബ്രഹ്മചര്യം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ അതിൻ്റെ ഫലം എന്താണെന്ന് പറയുന്നത് ചില മതങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ ഈ ലോകത്ത് തന്നെ വിവാഹം തന്നെ ഉപേക്ഷിക്കുക, നിങ്ങൾ കാട്ടിലേക്ക് പോവുക. ഇസ്ലാം ഇതിന് തികച്ചും എതിരായിട്ടുള്ള പറയുന്നത്, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയണമെന്നാണ് പറയുന്നത്. ഇതൊരു പ്രകൃതിപരമായിട്ടുള്ളൊരു സംഗതി. ആത്മീയതയുടെ പൂർത്തീകരണം അനിവാര്യമാണ്. ഇസ്ലാം മാത്രമാണ് ഏകമതം ലോകത്തിന് മുമ്പാകെ ഈ ഒരു മഹത്തായ ഒരു അധ്യാപനം ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചത്. ഇതൊരു ചാലഞ്ച് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരം മഹത്തായ ഒരു അധ്യാപനം അതിൽ മറ്റൊരു മതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ല. ഇതാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ വിനീതൻ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതായിരിക്കും. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ അധ്യാപനം നിങ്ങൾ വിശുദ്ധ ഖുർആനെ ഒരു പാഴ്വസ്തുവായി ഉപേക്ഷിച്ച് കളയരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഇതിൽ തന്നെയാണ്. ആരാണ് വിശുദ്ധ ഖുർആനെ ആദരിക്കുന്നത് അവൻ വാനലോകത്ത് ആദരിക്കപ്പെടുന്നതായിരിക്കും. ആരാണ് ഓരോ ഹദീസിനും ഓരോ കൗലിൻ്റെ മേലും വിശുദ്ധ ഖുർആനും മുൻഗണന നൽകുന്നത് അവർ ആ വാനലോകത്ത് മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും. മനുഷ്യകുലത്തിന് ഭൂമിയിൽ ഒരു ഗ്രന്ഥവുമില്ല വിശുദ്ധ ഖുർആനല്ലാതെ. എല്ലാം ആദം സന്തതികൾക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ മറ്റൊരു ഷെഫിയും റസൂലും ഇല്ല. കിഷ്തിന്നു റുഹാനി ഖസായിൻ ജിൽദ് 19 പേജ് 13. മറ്റൊരു സ്ഥലത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, ഖുർആൻ ഷരീഫ് ഇത്ര മാത്രമല്ല, നിങ്ങൾ ശുദ്ധീകരണം എന്ന് പറയുന്നത് വെറും തിന്മ ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല, ഞാൻ അങ്ങനെ ഉപേക്ഷിച്ച് വലിയ ആളായി തീരുക എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് മനുഷ്യനെ ഉന്നത ഗുണങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാനാണ് ഖുർആൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മഹത്തായ കർമ്മങ്ങൾ ഉണ്ടാവുക, മനുഷ്യകുലത്തിന് ഉപയോഗം നൽകുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അവനിൽ തൃപ്തനായി തീരും. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഖുർആൻ്റെ ലക്ഷ്യം. മൽഫൂസാത്ത് വാള്യം 4 പേജ് 208. പ്രേക്ഷകരെ, ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ സമക്ഷത്തിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया